ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എംപ്രസ് ഓഫ് ടാരോട്ട് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ ചക്രകളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേട്ടോ. അപ്പം നമുക്ക് നിങ്ങളെ ചോദ്യം ചോദിക്കുക. നിങ്ങൾ കണ്ണടച്ച് ഒരു നിമിഷം നിങ്ങളുടെ ഡിവൈൻ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡേജ് ഏഞ്ചൽസിനോട് നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം തരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ് ജെൻഡർലെസ് ആണ്. ഏത് കാറ്റഗറിയിലുള്ള വ്യക്തികൾക്കും, ഏത് ഏജ്, പ്രായവും നോക്കാതെ ഏത് ഏജിലുള്ളവർക്കും ഏത് ജെൻഡറിലുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും കാണാവുന്ന ഏത് ടൈംലെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഏത് സമയത്താണ് നിങ്ങളിത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആയി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ചോദ്യം സെറ്റ് ചെയ്ത് നിങ്ങൾ ഇൻറ്റൻഷനോട് കൂടി നിങ്ങളത് ചോദിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കാർഡ് നോക്കാം. ഓക്കെ, 9 ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു 3 കാർഡ് എടുക്കാമേ. 3 കാർഡിലൂടെ ആയിരിക്കും നിങ്ങളുടെ ആൻസർ. സി 7 ഓഫ് സോർഡ്സ്, പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഈ 3 കാർഡാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാരും ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചോദ്യത്തിന് ഉള്ള ഉത്തരമാണ് ഈ 3 കാർഡിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളിൽ കൂടുതൽ ആൾക്കാരും ഇത് കാണുന്ന വ്യക്തികൾ ഈ അടുത്തിടയ്ക്കായിട്ട് ഒരു ചീറ്റിംഗ് എനർജി, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ചില വ്യക്തികളൊക്കെ മുഖം തിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഈയിടയ്ക്ക് ഫേസ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയാണ്, നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് തീരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നേരത്തെ വളരെ നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം. ആ വ്യക്തികൾ പെട്ടെന്നൊരു ദിവസം നിങ്ങളിലേക്ക് നിങ്ങളോട് സംസാരിക്കാതെ ആകുന്നു. നിങ്ങൾക്കെതിരെ വിഷമങ്ങളൊക്കെ മറ്റുള്ളവരോട് നിങ്ങൾക്കെതിരെ പറയുന്നു. നിങ്ങളെ മാനസികമായിട്ടൊക്കെ വിഷമിപ്പിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാനിടയാകുന്നു. നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, വിഷമിപ്പിക്കുന്നു, നിങ്ങളെ ചതിക്കുന്ന ഒരവസ്ഥയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്ത് ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തികൾ കാരണം നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അവസരങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം കൂടുതൽ അതൊരു ബന്ധമാണെങ്കിൽ കൂടി, ഒരു ബന്ധത്തിലാണെങ്കിൽ, നല്ലൊരു റിലേഷൻഷിപ്പിനാണെങ്കിലും, അതെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും, നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ ഇത് ഈ ഒരു കാര്യം സംഭവിച്ചത് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്, ആ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെയാണ്, ഒരു എൻവയോൺമെൻറ്റിലൊക്കെയാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾ ഒത്തിരിയും കൂടുതൽ പേരിലും ഇത് കാണുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി തന്നെ ജോലി സംബന്ധമായ സ്ഥലത്തൊക്കെ ഇത് ഫേസ് ചെയ്ത ഒത്തിരി പേരെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാവുന്ന മാക്സിമം ചെയ്തു. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവരതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയും നിങ്ങളത് കാരണം ഒത്തിരി വിഷമിക്കുകയും, നിങ്ങൾ വർക്ക് ലോഡ് കൂടുകയും, നിങ്ങളുടെ മനസ്സും ശരീരവും തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ എത്തപ്പെട്ടു. ഈ ഒരു കാരണം ഇങ്ങനെ ഒരു വ്യക്തി കാരണം. ഒന്നിൽ കൂടുതൽ വ്യക്തികൾ, ചിലരുടെ കാര്യത്തിലൊക്കെ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ ഒരുപാട് അവർ ഒരാളാണെങ്കിൽ തന്നെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അനാവശ്യമായി സംസാരിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിൽ നിന്നും ടയേർഡായിട്ട് നിങ്ങൾ വിഷമിച്ച് ഒരിടത്തിങ്ങനെ നിന്നു പോയതായിട്ടുള്ള അവസ്ഥ, ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നതായിട്ടുള്ളൊരവസ്ഥ ഒത്തിരി പേരിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൊണ്ടൊന്നും വിഷമിക്കേണ്ട.
എന്നുള്ള ഒരു കാർഡാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. സി, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ആ ആള് നിങ്ങളെ നിങ്ങളെ വിഷമിപ്പിച്ചു, പക്ഷെ നിങ്ങൾ അതിനൊരു പ്രൊട്ടക്ഷൻ. ഈ ഹെൽമെറ്റ് കണ്ടോ, ആ ഒരു സൈന്യാധിപനാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു കിങ്ങിന് മുമ്പുള്ള ആളാണ്. അപ്പം നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ പേരും ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ പേരും തൊഴിൽ സ്ഥലത്തു നിന്നുള്ള ഒരു ഉള്ളതോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ബിസിനസ്സിൽ പ്രവർത്തിച്ചവരുണ്ടായിരിക്കും. ഇപ്പോൾ ബിസിനസ്സിലൊക്കെ ചില ബിസിനസ് പരമായിട്ടോ ജോലി സ്ഥലത്തോ ഒക്കെ സാമ്പത്തികമായിട്ടുള്ള തകർച്ച ഫേസ് ചെയ്യേണ്ടി വരികയോ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കൂടെ നിന്ന പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ജോലിയിൽ കൂടെ പ്രവർത്തിച്ചവരൊക്കെ നിങ്ങളെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന, നിങ്ങളെ ചതിക്കുന്ന ഒരവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയി നിങ്ങൾ വിഷമിച്ച് ഏകാന്തമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലൊക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കണ്ടോ, ഇത് വാൻസ് ആണ്. വാൻസ് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി പരിശ്രമിച്ചാൽ, ഇനി ഒരു സ്റ്റെപ്പും കൂടി എടുത്താൽ നിങ്ങൾക്കത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ 9 വാൻസ് നിങ്ങളുടെ കയ്യിൽ വർക്ക് ലോഡ് കൂടി, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന്, ചതിക്കപ്പെട്ട വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ കുറ്റം പറയുന്ന വ്യക്തികളിൽ നിന്നൊക്കെ ഉള്ള ആ ഒരു വിഷമം കാരണം നിങ്ങളുടെ വിഷമം ആരും താങ്ങാൻ ആശ്രയിക്കാനും ഇല്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ ആ ഒറ്റപ്പെടലും വിഷമവും ഒക്കെ മാറി നിങ്ങൾ അതിനകത്ത് ഇവിടെ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറ്റി നിങ്ങൾ തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ ഒരു ഹെൽമെറ്റൊക്കെ ഇട്ട് പടച്ചട്ട ഇട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കുതിരപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങളുടെ എനർജി എങ്ങോട്ടും പോകാതെ, മറ്റുള്ളവർ കാരണം നമ്മളുടെ എനർജി പോകാതെ നമ്മൾ വളരെ സ്ട്രോങ് ആകാൻ ശ്രമിക്കുക. നിങ്ങൾ ആ ഒരു കാര്യം, തീരുമാനിച്ച കാര്യവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിലും ജോലി ആണെങ്കിലും ഒരു നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് തന്നെ പോവുക. അപ്പോൾ ആദ്യം കുറച്ച് സ്പീഡ് കുറവാണെങ്കിലും പിന്നെ അത് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ആ സ്പീഡിലേക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതിൽ കൂടുതൽ പേരിലും ഫിനാൻസ് റിലേറ്റഡ് ആണ്, സാമ്പത്തികപരമായിട്ടാണ്. അപ്പോൾ ആ ഒരു ഉയർച്ച തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചീറ്റിംഗ് എനർജിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് മനസ്സെ വിഷമിപ്പിക്കാതെ, ഇനി ആ ഒരു വ്യക്തിയുമായിട്ടോ ആ ഒരു സാഹചര്യങ്ങളുമായിട്ടോ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ, അല്ലെങ്കിൽ അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ, വിഷമിച്ച് ഒറ്റപ്പെട്ട് നിൽക്കാതെ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തെ നിങ്ങൾ മുന്നിൽ നിർത്തി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെയും ഒക്കെ പ്രാർത്ഥിച്ച് നിങ്ങൾ കോൺഫിഡൻ്റായി നിങ്ങളുടെ തീരുമാനം ഒന്നുകൂടി അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് അതൊന്ന് അത് ഞാൻ പോകുന്നത് കറക്റ്റാണോ എന്നൊക്കെയുള്ള ഒന്ന് റീഅഷ്വർ ചെയ്യുക. നിങ്ങളുടെ തീരുമാനം ശരിയാണോ എന്നൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നൊക്കെ തീരുമാനിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ ഇനി മറ്റൊരു ചതിവ് എനിക്ക് പറ്റാതെ, മറ്റൊരു ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങളും വിഷമങ്ങളും ഒന്നും ഫേസ് ചെയ്യേണ്ടി വരാതെ എനിക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എനിക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് എത്തിപ്പെടാൻ ഏത് മാർഗ്ഗമാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് സ്വയം ഒരു രക്ഷ ഉറപ്പാക്കി ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ദൈവം നിങ്ങൾക്ക് കൂടെ നിൽക്കും. അപ്പോൾ ആ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് നല്ല രീതിയിൽ ഒരു ഉയർച്ചയും അതിലേക്ക് സാമ്പത്തിക വളർച്ചയും എല്ലാ സൗഭാഗ്യങ്ങളും ഒക്കെ നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന റീഡേഴ്സിന് എനിക്ക് പറയാനുള്ളത്. അന്നേരം എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും റീഡിങ് ഇഷ്ടമായെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ഈ റീഡിങ് എടുക്കുക, അത് എനർജി ക്ലെയിം ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്, താങ്ക് യു ഗോഡസ്, താങ്ക് യു ഏഞ്ചൽസ് ഒക്കെ പറയുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 333 ദ എംപ്രസ് ഓഫ് ടാരോട്ട്. ഓക്കെ ചക്രങ്ങളെ, ബൈ, ടേക്ക് കെയർ.